സോ പവർ ജനറേറ്റിംഗ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ജനറേറ്റേഴ്സ് ഇൻ EDM പവർ ജനറേറ്റിംഗ് സർക്യൂട്ട് 3 ടൈപ്സ് ഉണ്ട്. 1, 2, 3. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എന്താണ്? റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, എന്തുവായിരുന്നു? ആർ സി ടൈപ്പ് റിലാക്സേഷൻ ജനറേറ്റർ. സെക്കൻഡ് ടൈപ്പ് ഏതായിരുന്നു? റോട്ടറി ഇമ്പൾസ് ടൈപ്പ്. തേർഡ് വൺ ഇലക്ട്രോണിക് പൾസ്. ഇപ്പോൾ എത്ര ടൈപ്പ് പവർ ജനറേറ്റേഴ്സ് ആണുള്ളത്? ആർ സി ടൈപ്പ്, റോട്ടറി ടൈപ്പ്, റോട്ടറി ഇമ്പൾസ് ടൈപ്പ്, റോട്ടറി പൾസ് ടൈപ്പ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇത്ര ഹെഡുകൾ ഇന്നലെ കഴിഞ്ഞ ദിവസം എഴുതി വെച്ചിരുന്നത് അല്ലേ? ആണോ? ഓക്കെ. അതെ സാർ. അപ്പോൾ എൻ്റെ കൂടെ നോട്ട്സ് എഴുതി പോക്കണം കേട്ടോ. കൂടെ എഴുതി പോക്കണം. ഞാൻ എഴുതുന്ന പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് വൺ ആർ സി ടൈപ്പ്. ആർ സി വെച്ചാൽ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ടൈപ്പ് എന്നാണ്. അപ്പോൾ ആർ സി ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്, ഇത് നിങ്ങൾ പഠിക്കണം. ഇത് ടൂള്, ഇത് നമ്മുടെ വർക്ക് പീസ്. തമ്മിലൊരു ചെറിയ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് പീസ് കണക്ട് ചെയ്തേക്കുന്നത് പോസിറ്റീവ് ടെർമിനലുമായിട്ട്, ടൂള് കണക്ട് ചെയ്തേക്കുന്നത് നെഗറ്റീവ് ടെർമിനലുമായിട്ട്. പക്ഷേ ഡയറക്റ്റ് അല്ല കണക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് റെസിസ്റ്റൻസ്, ഇത് റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വേരിയബിൾ റെസിസ്റ്റൻസ് വഴിയാണ് നമുക്ക് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് വേരിയബിൾ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് കപ്പാസിറ്റർ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ കപ്പാസിറ്റർ ഇവ രണ്ട് ടെർമിനൽ തമ്മിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കപ്പാസിറ്റർ ഇവിടെ നമ്മൾ DC പവർ സപ്ലൈ കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? വർക്ക് പീസ് ടൂൾ. വർക്ക് പീസ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ആൻഡ് ടൂൾ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ത്രൂ എ വേരിയബിൾ റെസിസ്റ്റൻസ് ആൻഡ് എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ടു ടെർമിനൽ. വരച്ചോ? വരച്ചോ? മനസ്സിലാക്കി വരയ്ക്കണം. വർക്ക് പീസ് കണക്ട് ചെയ്തേക്കുന്നത് പോസിറ്റീവ്, ടൂൾ കണക്ട് ചെയ്തേക്കുന്നത് നെഗറ്റീവ് ഡയറക്റ്റ് കണക്ട് ചെയ്തേക്കല്ല, അവർ വേരിയബിൾ റെസിസ്റ്റൻസ് വെച്ച് കണക്ട് ചെയ്ത് ഇവ തമ്മിൽ ഒരു കണക്റ്റീവ് കപ്പാസിറ്റർ ഉണ്ട്. വരച്ചോ? വരച്ചോ? വരച്ചു സാർ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്നും പഠിക്കാനില്ല. ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് നമുക്ക് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഇതിനകത്ത് ഈ കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഈ കപ്പാസിറ്റർ ചാർജ് ആവുന്നത് നമ്മുടെ വേരിയബിൾ റെസിസ്റ്റൻസിലൂടെ വരുന്ന കറണ്ട് യൂസ് ചെയ്തിട്ടാണ് കപ്പാസിറ്റർ ചാർജ് ആവുന്നത്. കണ്ടോ? കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് through a variable resistor.
വേരിയബിൾ റെസിസ്റ്റർ ക്യാപിറ്റൽ ആർ ബൈ എ ഡി സി സോഴ്സ്. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് ഈ വേരിയബിൾ റെസിസ്റ്ററിനകത്തൂടെ വരുന്ന കറണ്ട്, ഈ ഡി സി പവർ സപ്ലൈ ചെയ്യുന്ന കറണ്ട്, പക്ഷേ ഈ പാസ് ത്രൂ ദ വേരിയബിൾ റെസിസ്റ്റർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കപ്പാസിറ്ററും ടൂളും തമ്മിൽ പാരലല്ലേ, കപ്പാസിറ്ററും ടൂൾ വർക്ക് പീസും തമ്മിൽ പാരലൽ കണക്ഷൻ ആണോ? ഈ പാരലൽ കണക്ഷനകത്തൊരു പ്രത്യേകത ഉണ്ട്. എന്തുവാണ്? വോൾട്ടേജ് ആണോ സെയിം വരുന്നത്, കറണ്ട് ആണോ സെയിം വരുന്നത്? വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ കപ്പാസിറ്ററിനകത്ത് എത്ര വോൾട്ടേജ് ആണോ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്, ആ സെയിം വോൾട്ടേജ് ആയിരിക്കും എവിടെ വരുന്നത്? എവിടെ വരുന്നത്? ടൂൾ വർക്ക് പീസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് വോൾട്ടേജ് അക്രോസ് gap is equal to the voltage across the capacitor. അങ്ങനെ എഴുതാവോ? The voltage across gap is equal to the voltage across വർക്ക് പീസ് കപ്പാസിറ്റർ. അപ്പോൾ ഈ വോൾട്ടേജിൻ്റെ ഫോർമുലയുണ്ട്. വി ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ഡിവൈഡ് ബൈ ആർ സി. നിങ്ങൾ പഠിക്കണം. വോൾട്ടേജ് ഇസ് ഈക്വൽ ടു V0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ ആർ സി എന്ന് പറയും. ഈ V0 എന്ന് വെച്ചാൽ എന്താണ്? അപ്ലൈഡ് വോൾട്ടേജ് ആണ്. അപ്ലൈഡ് വോൾട്ടേജ് ആണ് V0. ടി എന്താണ്? എത്ര സമയത്തേക്കാണ് അപ്ലൈ ചെയ്യുന്നുള്ളത്. ആറും സി എന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ? ആറും സി എന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്, ആർ സി ടൈപ്പ്. ആർ സി കേസ് എന്ന് പറയുമ്പോൾ, ആർ സി കേസ് നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ അതിനകത്ത് ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ടൂൾ കണക്റ്റഡ് ടു നെഗറ്റീവ് പവർ സപ്ലൈ ത്രൂ എ റെസിസ്റ്റർ ആൻഡ് വർക്ക് പീസ് കണക്റ്റഡ് ടു പോസിറ്റീവ് പവർ സപ്ലൈ ആൻഡ് എ കപ്പാസിറ്റർ ഇസ് യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ ഇത് പവർ സപ്ലൈ. സോ ദ കപ്പാസിറ്റർ ഇസ് ചാർജ്ഡ് ത്രൂ ദ വേരിയബിൾ റെസിസ്റ്റർ by the power supply, DC power supply. So here capacitor and tool workpiece are parallel to each other. So നമുക്ക് എന്ത് പറയാൻ പറ്റും? Voltage across a capacitor is equal to the voltage across the ഗ്യാപ്പ്. ആ ഗ്യാപ്പിലുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ ആ സെയിം വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ്, ആ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഫോമിലാണ് V = V0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു ടി ബൈ ആർ സി. V0 എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജ് ആണ്. ടി എന്ന് പറയുമ്പോൾ എത്ര സമയത്തേക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ആർ സി എന്താണ്? റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബൈ ഹേർട്ട് ഇത് വെക്കരുത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സിമ്പിളാണ്. മനസ്സിലായോ? ഓക്കെ, എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത സെക്കൻഡ് ടൈപ്പ് ഏതാണ്? സെക്കൻഡ് ടൈപ്പ് ഏതാണ്? സെക്കൻഡ് ടൈപ്പ് ജനറേറ്റർ ഏതാണ്? റോട്ടറി ഇമ്പൾസ് ടൈപ്പ്. അപ്പോൾ അടുത്തത് റോട്ടറി ഇമ്പൾസ് ടൈപ്പ്. അപ്പോൾ ഇവിടെ റോട്ടറി ഇമ്പൾസ് ടൈപ്പിൻ്റെ ഞാൻ ഫസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കാം. ഫിഗർ എൻ്റെ കൂടെ തന്നെ വരച്ചു വേണം.
കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിട്ട് ഒരു വര വരച്ച് അതിൻ്റെ അർത്ഥം എന്തുവാ? വേരിയബിൾ. വേരിയബിൾ. ഓക്കെ. ഓക്കെ, വരച്ചോ? ഓക്കെ, ക്ലിയർ. വരച്ചോ? ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ജനറേറ്റർ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കിട്ടുന്ന കറണ്ട്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിനകത്ത് ജനറേറ്ററിൻ്റെ എ സി കറണ്ടാണ് കേട്ടോ, എ സി കറണ്ട്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് സർക്യൂട്ട് പഠിക്കുക. മോട്ടർ, ഒരു ജനറേറ്റർ, ഒരു കപ്പാസിറ്റർ ഉണ്ട്, പക്ഷെ അത് വേരിയബിൾ ആണ്. പിന്നെ ഒരു ഡയോഡ്. ഇതെന്താണ്? ഡയോഡ്. ഒരു ടൂൾ വർക്ക് പീസ്. അപ്പോൾ ജസ്റ്റ് പേരും അതിൻ്റെ ഫിഗറും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമുക്കിത് പഠിക്കാനില്ല. നമുക്ക് ജസ്റ്റ് ഒരു എത്ര ടൈപ്പ് ഓഫ് സ്പാർക്ക് ജനറേറ്റേഴ്സ് ഉണ്ടെന്ന് മാത്രം, പിന്നെ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ മാത്രം മതി നമുക്ക്. പരീക്ഷയ്ക്ക് ജസ്റ്റ് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് മാത്രം അത് പറഞ്ഞു പോവുകയാണ്, ഡീറ്റെയിലായിട്ട് നമുക്കിത് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നുണ്ട്? ഇത് കപ്പാസിറ്റർ സി ഈസ് ചാർജ്ഡ് through the diode during the first half of the cycle. ഒരു എ സി സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേനിക്കനല്ലേ, അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ആവുന്നു, ഈ ഡയോഡിലൂടെ ചാർജ് ആവുന്നു. ഓക്കെ, ഈ സെക്കൻഡ് ഹാഫിൽ എന്താ സംഭവിക്കും? ഡ്യൂറിങ് ദി ഫോളോയിങ് ഹാഫ്, ഡ്യൂറിങ് ദി സെക്കൻഡ് ഹാഫിൽ the sum of voltage generated by generator and the charged capacitor applied to gap. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു ത്രൂ ഡയോഡ്. സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ജനറേറ്ററിൻ്റെ വോൾട്ടേജ്, അതുപോലെ തന്നെ കപ്പാസിറ്റർ അത് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജും കൂടെ നമ്മുടെ ടൂൾ വർക്ക് പീസ് ഗ്യാപ്പിൽ അപ്ലൈ ചെയ്യുന്നു.
ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ റോട്ടറി ഇമ്പൾസ് ടൈപ്പ് ഒരു മോട്ടറുണ്ട്, ജനറേറ്റർ ഉണ്ട്, ഒരു വേരിയബിൾ കപ്പാസിറ്റർ ഉണ്ട്, ഒരു ഡയോഡ് ഉണ്ട്, ടൂൾ വർക്ക് പീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞപ്പോൾ തന്നെ. ഫസ്റ്റ് ഹാഫ് ദ സൈക്കിൾ ദ കപ്പാസിറ്റർ ഇസ് ചാർജ് ത്രൂ ദ ഡയോഡ്, ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സൈക്കിൾ ദ വോൾട്ടേജ് ജനറേറ്റർ ഇൻ ദ ജനറേറ്റർ ആൻഡ് ഇൻ ദി കപ്പാസിറ്റർ ഈസ് അപ്ലൈഡ് ടു ദി ഗ്യാപ്പ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം അത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വേണ്ട. ഇത്രയും വരച്ചോ, എൻ്റെ കൂടെ തന്നെ നോട്ട്സ് ചെയ്ത് പോണേ, അപ്പം നിങ്ങൾക്ക് വലിയ ബർഡനായിട്ട് തോന്നത്തില്ല. ഇത്ര എഴുതി പഠിച്ചോ, ഇത്ര എഴുതിയോ? ഇവിടുത്തെ പ്രത്യേകത നമ്മൾ ഫസ്റ്റ് കേസ് നമ്മുടെ ഫസ്റ്റ് സർക്യൂട്ട് ഏതായിരുന്നു? ഫസ്റ്റ് സർക്യൂട്ട് ആർ സി സർക്യൂട്ട്. ആർ സി സർക്യൂട്ടിനെ കാട്ടിലും മെറ്റൽ റിമൂവൽ റേറ്റ് MRR എന്ന് വെച്ചാൽ എന്താണ്? മെറ്റൽ റിമൂവൽ റേറ്റ് ഹൈ കമ്പയർഡ് ടു ആർ സി സർക്യൂട്ടിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ മെറ്റൽ റിമൂവൽ റേറ്റ് കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ദോ MRR ഇസ് ഹൈ, MRR ഹൈ ആണെങ്കിലും നമുക്ക് സർഫസ് ഫിനിഷ്, നമുക്കിവിടെ കിട്ടുന്ന മെഷീനിങ്ങിൻ്റെ സർഫസ് ഫിനിഷ് വളരെ ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തിനാണ്? റോട്ടറി ഇമ്പൾസ് സ്റ്റെപ്പ് ജനറേറ്ററാണ്. അതിനകത്തൊരു മോട്ടറുണ്ട്, ജനറേറ്ററുണ്ട്, വേരിയബിൾ കപ്പാസിറ്ററുണ്ട്, ഡയോഡ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫിൽ ഇത് കപ്പാസിറ്റർ ചാർജ് ത്രൂ ഡയോഡ്, ആൻഡ് സെക്കൻഡ് ഹാഫ് ദ വോൾട്ടേജ് ജനറേറ്റർ വിത്ത് ജനറേറ്റർ ആൻഡ് ദ കപ്പാസിറ്റർ ഈസ് അപ്ലൈഡ് ടു ദ വർക്ക് പീസ് ടൂൾ ഗ്യാപ് ടു ജനറേറ്റ് ദി സ്പാർക്ക്. ഇവിടെ മെറ്റൽ റിമൂവൽ റേറ്റ് നമ്മുടെ ആർ സി സർക്യൂട്ടിനെക്കാട്ടിലും കൂടുതലാണ്. പക്ഷേ ഇവിടെ എന്താണ് സർഫസ് ഫിനിഷ് എങ്ങനെയാണ്? മെറ്റിൻ്റെ സർഫസ് ഫിനിഷ് കമ്പാറേറ്റീവ്ലി കുറവാണ്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ഏതാണ് പഠിച്ചത്? മൂന്നാമത്തെ പേരെന്ത് പറഞ്ഞ്? മൂന്നാമത്തെ ഏതാ പറഞ്ഞത്? ഇലക്ട്രോണിക് പൾസ്. ഇലക്ട്രോണിക് പൾസ് ജനറേറ്റർ. ഞാൻ പറഞ്ഞതാണ് ഈ ജനറേറ്റർ ഇലക്ട്രിക് എഞ്ചിനീയേഴ്സിന് മാത്രമേ അവർക്ക് ഡീറ്റെയിൽസ് പഠിച്ചത്. നമുക്ക് അത്രയും ഡീറ്റെയിൽ വേണ്ട. നമുക്ക് ജസ്റ്റ് അതിൻ്റെ സർക്യൂട്ട് എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഇതൊന്നും അല്ല, മെഷീനിങ്ങിനകത്ത് ഇങ്ങനെയുള്ള ജനറേറ്റേഴ്സ് ഉണ്ട് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം നമ്മുടെ സിലബസിൽ കൊടുത്തേക്ക്. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞു പോവാണ്. അപ്പോൾ ഈ അടുത്ത ഫിഗർ പഠിച്ചോളൂ. നമ്മുടെ ടൂള്, ഇവിടെ നമ്മളെ വർക്ക്, ഈ ടൂള് കണക്ട് ചെയ്തേക്കുന്നത് നെഗറ്റീവ് പവർ സപ്ലൈ ആയിട്ട്. വർക്ക് പീസ് കണക്ട് ചെയ്തേക്കുന്നത് പോസിറ്റീവ് പവർ. പക്ഷേ ഡയറക്റ്റ് കണക്ട് ചെയ്തേക്കും അല്ല, ഇൻ ബിറ്റ്വീൻ വേറൊരു സംഭവമുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് വാൽവ് ട്യൂബ്, VT. ഒരു കപ്പാസിറ്റർ.
അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ടൂളുണ്ട്, വർക്ക് പീസ് ഉണ്ട്. ടൂള് നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നു, വർക്ക് പീസ് കണക്ട് ചെയ്തേക്കുന്നത് പോസിറ്റീവ് ടെർമിനലാണ്. പക്ഷേ ഡയറക്റ്റ് കണക്ഷൻ അല്ല. പിന്നെ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഒരു വാൽവ് ട്യൂബിലൂടെയാണ്. ഈ വാൽവ് ട്യൂബിൻ്റെ കൺട്രോള് ഇലക്ട്രോണിക് കൺട്രോളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വാൽവ് ട്യൂബിലൂടെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഈ രണ്ട് പവർ സപ്ലൈയുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മളൊരു കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട്. ഫിഗർ വരച്ചോ? വരച്ചു സാർ. ഓക്കെ. ഈ വാൽവ് ട്യൂബ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പാസിറ്ററും നമ്മുടെ ടൂള് വർക്ക് പീസ് ഗ്യാപ്പും പാരലല്ലേ? ആണോ? അപ്പം നമുക്ക് കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എത്ര ആണോ അത്രയും വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എങ്ങനെ എഴുതാം? ദ വോൾട്ടേജ് ജനറേറ്റഡ് അക്രോസ് എ കപ്പാസിറ്റർ ഈസ് അപ്ലൈഡ് ഈ സെയിം ആസ് ദാറ്റ് ഓഫ് എന്താണ് നമ്മുടെ ഗ്യാപ്പ് അല്ലേ? ഈ ഗ്യാപ്പിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണോ അത്രയും വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോ. The voltage applied across the gap is equal to the voltage generated across the capacitor. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വാൽവ് ട്യൂബൊക്കെ എന്തിനാണ് വെച്ചേക്കുന്നതെന്ന്. ഈ വാൽവ് ട്യൂബ് നമുക്ക് എപ്പോഴാണോ ഈ സ്പാർക്ക് വേണ്ട എന്ന് പറയുന്നത്, സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറണ്ട് കിട്ടുന്നത് ഈ ഒരു കപ്പാസിറ്റർ സ്റ്റോർ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജാണ് ഇവിടെ കിട്ടുന്നത്. അത് സ്പാർക്ക് നമുക്ക് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വാൽവ് ട്യൂബ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സർക്യൂട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്പാർക്ക് ജനറേറ്റ് ചെയ്യേണ്ട സമയത്ത് ഇലക്ട്രോണിക് സർക്യൂട്ട് യൂസ് ചെയ്ത് അപ്പോൾ ഇവിടെ ഈ സ്പാർക്ക് ഈ സംഭവം ഈ വാൽവ് ട്യൂബ് ഫങ്ഷൻ എന്ന് വെച്ചാൽ ടു കൺട്രോൾ ദ സ്പാർക്ക് ജനറേഷൻ. സ്പാർക്ക് ജനറേറ്ററിൻ്റെ ടൈമിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാൽവ് ട്യൂബ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് കൺട്രോളാണ്. ഇതിൻ്റെ കണക്ഷൻ കിട്ടുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നതും നമുക്കവിടെ ടൂൾ വർക്ക് പീസിൻ്റെ ഇടയ്ക്ക് വോൾട്ടേജ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് 3 ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു ഒന്ന് പറയാമോ? ആരാ പറയുന്നത്? പവർ സപ്ലൈ, പിന്നെ സെക്കൻഡ് വൺ ഡൈഇലക്ട്രിക് മീഡിയം, തേർഡ് വൺ എന്തായിരുന്നു? പവർ ഡൈഇലക്ട്രിക് മീഡിയം, പിന്നെന്താണ്? ടൂൾ ആൻഡ് വർക്ക്. ഫോർത്ത് വൺ എന്തായിരുന്നു? സെർവോ സിസ്റ്റം. അപ്പോൾ പവർ സപ്ലൈ ഇത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡൈഇലക്ട്രിക് മീഡിയം. അപ്പോൾ ഡൈഇലക്ട്രിക് മീഡിയത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? നോൺ കണ്ടക്റ്റീവാന്ന് പറഞ്ഞു അല്ലേ? നോൺ കണ്ടക്റ്റീവാന്ന് പറഞ്ഞു. അതിന് ശേഷം ഒരു 2 എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞത്? കെറോസിൻ ഓർ വാട്ടർ. ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്ന 2 ഡൈഇലക്ട്രിക് മീഡിയം. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഡൈഇലക്ട്രിക് മീഡിയത്തിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അത് കൂടാതെ കുറേ ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ കുറേ എക്സാമ്പിൾസ്. ഇത് കൂടാതെ എക്സാമ്പിൾസ് നമുക്ക് ട്രാൻസ്ഫോമർ ഓയിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയമാണ്.
ഓക്കെ, ട്രാൻസ്ഫോമർ ഓയിൽ, അതുപോലെ തന്നെ പാരഫിൻ ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, എക്സാമ്പിളാണ്. ഓക്കെ, ഇത്ര നമുക്ക് ഡൈഇലക്ട്രിക് മീഡിയമായിട്ട് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചും കളയുവാണോ? ഒരു പ്രാവശ്യം ഉപയോഗിച്ചും കളയുവാണോ? നമ്മളത് റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, ആണോ? ഓരോ തവണ നമ്മൾ റീസർക്കുലേറ്റ്. അപ്പോൾ ഇത് ഡൈഇലക്ട്രിക് മീഡിയം റീയൂസ്ഡ് അഗെയിൻ ബൈ ഫിൽറ്ററിങ്, ആണോ? നമ്മൾ ഒരു തവണ ഉപയോഗിച്ച കളയുവാണോ? പമ്പ് യൂസ് ചെയ്ത് വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമല്ലേ നമ്മൾ. അപ്പോൾ നമുക്ക് എഗെയിൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഫിൽറ്ററിങ് ടു റിമൂവ്. എന്തിനാ ഫിൽറ്റർ ചെയ്യുന്നത്? എന്തിനാ ഫിൽറ്റർ ചെയ്യുന്നത്? മെറ്റൽ ഡെബ്രീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് 2 മൈക്രോൺസ് വരെയുള്ള സൈസുള്ള മെറ്റൽ പാർട്ടിക്കിൾസ് വരെ നമ്മൾ ഇതിനകത്ത് റിമൂവ് ചെയ്യും. അപ്പോൾ ഒരു ഡൈഇലക്ട്രിക് മീഡിയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് വേണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഡൈഇലക്ട്രിക് മീഡിയം. ഫസ്റ്റ് വൺ എന്ത് തന്നെയാണ്? നോൺ കണ്ടക്റ്റീവ് ആണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ത് തന്നെയാണ്? നോൺ കണ്ടക്റ്റീവ് ആണ്. അപ്പോൾ ഇതിന് വേറൊരു രീതി നമുക്ക് പറയാം. നോൺ കണ്ടക്റ്റീവ് എന്ന് പറയുമ്പം ഇറ്റ് മസ്റ്റ് ഹാവ് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഇറ്റ് മസ്റ്റ് ഹാവ് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. മനസ്സിലായില്ലേ? ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേന് എന്ത് പറയാം? ഇത് നോൺ കണ്ടക്റ്റീവ് ആണെന്ന് പറയാം, അല്ലേ? പിന്നെ രണ്ടാമത്തേത് എന്താണ്? നോൺ കണ്ടക്റ്റീവ് ആണ്, പക്ഷേ ഇവിടെ ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ നടക്കുന്നില്ലേ, ആണോ? ഇറ്റ് മസ്റ്റ് ഹാവ് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു രീതി നമുക്ക് പറയാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇല്ലേ, നമ്മളൊരു വോൾട്ടേജ് കൊടുക്കത്തില്ലേ, ഒരു സ്പാർക്ക് വോൾട്ടേജ് കൊടുക്കത്തില്ല, ആ വോൾട്ടേജ് എത്തുന്നിടം വരെ ഇത് കണ്ടക്റ്റീവ് ആവരുത്. അപ്പോൾ നമുക്ക് പറയാം ആ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഷുഡ് ബി നോൺ കണ്ടക്റ്റീവ് ഓർ ഇറ്റ് മസ്റ്റ് ഹാവ് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. രണ്ടാമത്തേത് ഇഗ്നിഷൻ ഡിലേ. ഇഗ്നിഷൻ ഡിലേ ഷുഡ് ബി മിനിമം. ഇഗ്നിഷൻ ഡിലേ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എത്തിക്കഴിയുമ്പോഴത്തേന് അവിടെ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? ഡൈഇലക്ട്രിക് നമ്മുടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോഴത്തേന് നമ്മുടെ ഡൈഇലക്ട്രിക്കിന് എന്ത് സംഭവിക്കും? നമ്മുടെ ബ്രേക്ക് ആവും. അപ്പം ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അത് ബ്രേക്ക് ഡൗൺ ആവണം. അതിനകത്ത് ഒരു ഡിലേ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് ഇഗ്നിഷൻ ഡിലേ ഷുഡ് ബി മിനിമം. അതായത് once the breakdown voltage is reached, the dielectric medium
should immediately break down into ions ആണോ? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഡിലേ ഉണ്ടാകാൻ പാടില്ല, ഉടനെ തന്നെ ഡൈലക്ട്രിക് മീഡിയം ബ്രേക്ക് ഡൗൺ ആയിട്ട് അയോൺസ് ആയിട്ട് മാറണം. അപ്പോൾ ഇഗ്നിഷൻ ഡിലേ ഷുഡ് ബി മിനിമം. അപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? സെക്കൻഡ് പ്രോപ്പർട്ടീസ് എന്താണ്? ഇഗ്നിഷൻ ഡിലേ ഷുഡ് ബി മിനിമം. അപ്പോൾ തേർഡ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. തേർഡ് പ്രോപ്പർട്ടി, ഇതൊരു കൂളിംഗ് റിയേജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യണം. ഇറ്റ് ഷുഡ് ആക്ട് ആസ് എ എഫക്റ്റീവ് കൂളിംഗ് മീഡിയം. അതായത് നമ്മുടെ അവിടെ ഒരു കൂളിംഗ് മീഡിയമായിട്ട് നമ്മുടെ ഡൈലക്ട്രിക് മീഡിയം ആക്ട് ചെയ്യണം. നാലാമത്തേത്, ഇറ്റ് ഷുഡ് പൊസസ് ഹൈ ഡിഗ്രി ഓഫ് ഫ്ലൂയിഡിറ്റി. എന്താ ഫ്ലൂയിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലൂയിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി. ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ്. 5 പ്രോപ്പർട്ടി ഉള്ളത്. ഫിഫ്ത്ത് പ്രോപ്പർട്ടിയാണ് ഡീഅയോണൈസ് ദ ഗ്യാപ്പ് ഇമ്മീഡിയറ്റ്ലി after the spark occur. അതായത് സ്പാർക്ക് ജനറേഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഡൈലക്ട്രിക് മീഡിയം സ്പാർക്ക് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് അയോണൈസേഷൻ നടക്കും. അതിനുശേഷം വീണ്ടും അത് എന്താവണം? അയോണൈസ് ചെയ്ത് നോർമൽ രൂപത്തിലോട്ട് തിരിച്ചു വരണം. അപ്പോൾ 5 പ്രോപ്പർട്ടീസാണ്. ഫസ്റ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് എന്താണ്? നോൺ കണ്ടക്റ്റീവ് ആയിരിക്കണം. അതായത് നോൺ കണ്ടക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേനാണ് ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ആണോ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? വാട്ട് ഈസ് സെക്കൻഡ് പ്രോപ്പർട്ടി? സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? ഇഗ്നിഷൻ ഡിലേ. ഇഗ്നിഷൻ ഡിലേ എന്ന് പറയുമ്പോഴത്തേനും വൺസ് ഡൈലക്ട്രിക് വോൾട്ടേജ് ഡൈലക്ട്രിക് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ എന്താണ്? അത് ഡിലേ ഉണ്ടാകാൻ പാടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡൈലക്ട്രിക് ബ്രേക്ക് ഡൗൺ നടക്കണം. മൂന്നാമത്തേത് നമുക്കറിയാം, കൂളിംഗ് മീഡിയമായിട്ട് ആക്ട് ചെയ്യണം. ഫോർത്ത് വൺ വെച്ച് നമുക്ക് ഈ ഒരു മെറ്റൽ ഡെബ്രീസിനെ റിമൂവ് ചെയ്യണമല്ലോ. അവിടെ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മോൾട്ടൺ മെറ്റൽ അവിടെ മെൽട്ടാവുന്ന മെറ്റൽ ഡെബ്രീസിനെ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിട്ട് ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് ഇതിന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കും, ആ മെറ്റൽ ഡെബ്രീസ് അവിടെ തന്നെ കെട്ടിക്കിടക്കും. അപ്പോൾ ഡൈലക്ട്രിക് മീഡിയം ഷുഡ് ഹാവ് ഹൈ ഡിഗ്രി ഓഫ് ഫ്ലൂയിഡിറ്റി അല്ലേ, ഹൈ ഡിഗ്രി ഓഫ് ഫ്ലൂയിഡിറ്റി. നാലാമത്തെയാണ് ഈ അയോണൈസേഷൻ ഓഫ് ദ ഗ്യാപ്പ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സ്പാർക്ക് ജനറേഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അയോണൈസ് ആയ ഡൈലക്ട്രിക് മീഡിയം തിരിച്ച് അയോണൈസ് ആവണം. ഇപ്പോൾ ഈ 5 പ്രോപ്പർട്ടീസാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ഡൈലക്ട്രിക് മീഡിയം,